നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്തെ സ്വന്തം കോട്ടയിൽ നേരിട്ട ദയനീയ പരാജയത്തിന് പിന്നാലെ മുൻമന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായ കെ.ബി. ഗണേഷ് കുമാറിനെ വേട്ടയാടി ഉമ്മൻചാണ്ടി ഫാക്ടർ. സോളാർ പീഡനക്കേസിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ മനഃപൂർവ്വം കൊടുക്കാൻ ഗണേഷ് കുമാർ നടത്തിയ വൻ ഗൂഢാലോചനയുടെ ആരോപണമാണ് കൊട്ടാരക്കര കോടതിയിൽ പുറത്തു വന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ കേസിൽ പ്രതി ചേർക്കണമെന്ന് ഗണേഷ് കുമാർ സോളാർ കേസിലെ അതിജീവിതയോട് നേരിട്ട് ആവശ്യപ്പെടുന്നത് താൻ കേട്ടതാണെന്ന് KPCC അംഗം CR നജീബ് കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകി. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം രാഷ്ട്രീയമായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഗണേഷ് കുമാറിന് വരും ദിവസങ്ങളിൽ ഈ കോടതി മൊഴി കനത്ത പ്രഹരമാകും. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്നും പുറത്തു പോകേണ്ടി വന്ന ഗണേഷ് കുമാറിനെ പിന്നീട് തിരിച്ചെടുക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാകാതിരുന്നതിലുള്ള കടുത്ത വ്യക്തിവൈരാഗ്യമാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നാണ് കോടതിയിൽ ലഭിച്ച മൊഴി വ്യക്തമാകുന്നത്. പത്തനാപുരത്തെ വോട്ടർമാർ തഴഞ്ഞതിനു പിന്നാലെ ഉമ്മൻചാണ്ടി എന്ന ജനപ്രിയ നേതാവിനെ ചതിക്കാൻ നോക്കിയെന്ന പുതിയ വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നതോടെ ഗണേഷ് കുമാർ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ കൂടി സോളാർ പീഡന കേസിൽ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കിയ പദ്ധതികൾ ഒന്നും ശരിയാകില്ല. ബാക്കിയെല്ലാം നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്, മറ്റുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ഗണേഷ് കുമാർ അതിജീവിതയോട് പറയുന്നത് താൻ നേരിട്ട് കേട്ടു എന്നാണ് നജീബിന്റെ മൊഴി. ഇത് കേട്ട അതിജീവിത തലയാട്ടി സമ്മതിച്ച് ഓക്കെ എന്ന് മറുപടി പറയുകയും ചെയ്തു. ക്രൂരമായ ഈ ഗൂഢാലോചനയെക്കുറിച്ച് ഉടനടി ഉമ്മൻചാണ്ടിയെ വിളിച്ചു പറയാൻ താൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ലെന്നും തുടർന്ന് അദ്ദേഹത്തിന്റെ PA വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നുവെന്നും നജീബ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്തെ വോട്ടർമാർ ഗണേഷ് കുമാറിനെ കൈവിട്ടതിന് പ്രധാന കാരണം ഉമ്മൻചാണ്ടി എന്ന നേതാവിനോട് അദ്ദേഹം കാണിച്ച ക്രൂരതയ്ക്കെതിരെയുള്ള ജനവികാരമായിരുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. ഇപ്പോൾ വിചാരണ കോടതിയിൽ തന്നെ ഗണേഷിനെതിരെ സുപ്രധാന സാക്ഷിമൊഴികൾ പുറത്തു വന്നതോടെ വരും ദിവസങ്ങളിൽ ഗണേഷ് കുമാറിന് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം വിചാരണ നേരിടേണ്ടി വരുമെന്നാണ് നിയമവിദഗ്ധർ നൽകുന്ന സൂചന. അതേസമയം അധികാരം എന്നും ശാശ്വതമല്ലെന്ന ഓർമ്മപ്പെടുത്തലുമായി KSRTC താൽക്കാലിക ഡ്രൈവർ HL യദുവിന്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവാണ് ഉണ്ടായത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ച വലിയ അഴിച്ചുപണി യദുവിന്റെ കാര്യത്തിൽ കാലത്തിന്റെ കാവ്യനീതിയായി മാറുകയും ചെയ്തു. അന്ന് ബസ് തടഞ്ഞു നിർത്തി യദുവിന്റെ പണി കളയാൻ മുന്നിൽ നിന്ന ആര്യ രാജേന്ദ്രൻ ഇന്ന് തിരുവനന്തപുരം മേയറല്ല, ഭർത്താവ് സച്ചിൻ ദേവ് MLAയുമല്ല. ഇതിനെല്ലാം പുറമെ യദുവിനെതിരെ കള്ളക്കഥകൾ ചമച്ച് KSRTCയിൽ നിന്നും പുറത്താക്കാൻ നേതൃത്വം നൽകിയ അന്നത്തെ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പത്തനാപുരത്ത് പരാജയപ്പെടുകയും ചെയ്തു. തനിക്കിട്ട് പണിയാൻ നോക്കിയ പ്രബലരെല്ലാം ജനകീയ കോടതിയിൽ തോറ്റ് പണിയില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ യദുവിന് KSRTCയിലേക്ക് തന്നെ ഡ്രൈവറായി രാജകീയ തിരിച്ചുവരവിന് വഴി തെളിയുകയാണ്. തന്നെ തിരിച്ചെടുക്കണമെന്ന അപേക്ഷ യദു മാനേജ്മെന്റിന് നൽകിയാൽ അത് പുതിയ UDF സർക്കാരും KSRTCയും അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് സൂചന. റോഡിൽ വെച്ച് മുൻ മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവുമായി വാക്കേറ്റമുണ്ടായതിനു പിന്നാലെ യദുവിനെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ അന്നത്തെ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞ കാരണങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രയിൽ യദു തുടർച്ചയായി 6 മണിക്കൂർ ഫോണിൽ സംസാരിച്ചതിനാണ് നടപടിയെന്നായിരുന്നു മുൻ മന്ത്രിയുടെ അവകാശവാദം. സിറ്റി പോലീസ് കമ്മീഷണർ കോൾ ഡീറ്റെയിൽസ് സഹിതം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് ഗണേഷ് കുമാർ ചാനലുകളിൽ വീരവാദം മുഴക്കിയെങ്കിലും KSRTC ചീഫ് ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ മറുപടിയിൽ യദു ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ട ഒരു രേഖയും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് വ്യക്തമായത്. മുൻ മേയറും ഭർത്താവും കാർ കുറുകെയിട്ട് ബസ് തടഞ്ഞത് ചോദ്യം ചെയ്ത വിരോധത്തിൽ യദുവിനെ വേട്ടയാടാൻ അന്നത്തെ ഭരണകൂടവും മന്ത്രിയും ഒത്തുകളിക്കുകയായിരുന്നുവെന്ന് ഇതോടെ വ്യക്തമാവുകയും ചെയ്തു.